സംസ്ഥാനത്ത് വീണ്ടും ഓടയിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കൊല്ലം ഓച്ചിറയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. തുറന്നു കിടക്കുന്ന ഓടയിൽ വീണാണ് അപകടം. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, വീണ്ടും ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഓച്ചിറയിൽ തുറന്നു കിടന്ന ഓടയിൽ വീണ് അപകടം സംഭവിച്ചു, മരണം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്, ജയശങ്കർ? അതായത് സ്മൃതി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കൊല്ലം ഓച്ചിറ ജംഗ്ഷനിലെ ഓടയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടത്. ഒപ്പം തന്നെ സമീപത്ത് ഒരു ഇരുചക്ര വാഹനവും പോലീസ് കണ്ടെത്തി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ രാത്രി ഉണ്ടായ ഒരു അപകടമെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി ഈ വാഹനം അപകടത്തിൽപ്പെടുകയും ഇയാൾ ഓടയിൽ വീഴുകയും പിന്നീട് മരണം സംഭവിച്ചിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ദേശീയപാതയുടെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം കൊല്ലം മേമന സ്വദേശി അജിയുടെ നിന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം നിലവിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാത്രി കാലത്ത് ആരുമില്ലാത്ത സമയത്ത് ഈ ബൈക്ക് മറ്റോ നിയന്ത്രണം വിട്ട ഓടയിലേക്ക് മറിഞ്ഞാകാം ഈ അപകടം സംഭവിച്ചെന്നാണ് പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ നൽകുന്ന ഒരു വിശദീകരണം. കൊല്ലം ഓച്ചിറ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഓടയിൽ മൃതദേഹം കണ്ടെത്തിയത്. അടുത്ത് ബൈക്ക് കണ്ടതോടുകൂടിയാണ് ഇതൊരു വാഹനാപകടമാണ്, ഓടയിലേക്ക് വാഹനം മറിഞ്ഞാണ്, ഓടയിൽ വീണാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ ദേശീയപാതയുടെ ഉൾപ്പെടെ പണി ഏറെ നാളായി ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഈ ദേശീയപാതയുടെ പണി തുടങ്ങിയതിനു ശേഷം 4ഓളം പേർക്ക് സമാനമായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പണിയൊക്കെ നടക്കുമ്പോൾ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുന്ന ഓടയോ ഇതൊക്കെ ഉണ്ടെന്ന് രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർക്കൊക്കെ മനസ്സിലാകാൻ വലിയ പാടാണ്. അത്തരത്തിലുള്ള സിഗ്നലുകളൊന്നും ഈ പ്രദേശത്ത് ഇല്ലതാനും. ഇതാണ് ഈ ഒരു വ്യാപകമായിട്ടുള്ള അപകടങ്ങൾക്ക് കാരണം. എന്തായാലും ഒച്ചിറയിൽ ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഒരത്തെ ഓടയിൽ വീണ് എന്തായാലും ഒരു മരണം ഉണ്ടെന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ ഈ സമയത്ത് വരുന്നത്. എന്തായാലും ഈ മരണപ്പെട്ട മേമന സ്വദേശി അജിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം. ജയശങ്കർ, ഇപ്പോൾ നാട്ടുകാർ എന്താണ് പറയുന്നത്? ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഓട രാത്രി വാഹനത്തിൽ വരുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലാണ്. അവിടെ വഴിവിളക്കുകളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നാണോ? അതായത് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഈ പ്രദേശത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള അപകടം, ഇങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കൃത്യമായി ഈ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അപകട മേഖല ഏതാണെന്നൊക്കെ അറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ല. ഈ ദേശീയപാതയുടെ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കുന്നില്ല. നിരന്തരമായി സമരങ്ങൾ ചെയ്യുമ്പോഴും ഈ പണി എഴഞ്ഞു നീങ്ങുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ പാതയിലൂടെയൊക്കെ രാത്രി പോകുമ്പോൾ. സ്മൃതി, നമ്മളൊക്കെ തന്നെ ഈ വഴി രാത്രിയൊക്കെ പോകുന്നതാണ്, പക്ഷേ പ്രത്യേകിച്ച് വഴിവിളക്കുകളൊന്നുമില്ല. പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ നല്ല റോഡുണ്ട്, ചില സ്ഥലങ്ങളിൽ കുഴിച്ചിട്ട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മൺകൂനയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഏത് നിമിഷവും ഒന്ന് കണ്ണ് പതറിയാൽ, ഒന്ന് കൈപാളിയാൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാവുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി ആയിരിക്കാം ഒരുപക്ഷെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഓടയിൽ മറിഞ്ഞ് അപകടമുണ്ടായത്. രാത്രി സമയമായതിനാൽ ആരും ശ്രദ്ധിച്ചില്ല. രാവിലെയാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടത്. നാട്ടുകാരാണ് ഈ വിഷയം പോലീസിനെ അറിയിച്ചത്. എന്തായാലും ഈ ദേശീയപാതയുടെ ഒക്കെ പണി സംസ്ഥാനത്ത് പലയിടങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഏറെക്കുറെ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളോ ലൈറ്റോ സംവിധാനമൊന്നും ഇല്ലാത്തത് ഈ വാഹനയാത്രക്കാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാരെ സംബന്ധിച്ച് ഇത്തരം അപകടം വലിയ തോതിലുണ്ട് ഈ പ്രദേശത്ത് തന്നെ. ശരി ജയശങ്കർ, വാർത്തയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ടെലിഫോണിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ കൊല്ലത്ത് തുറന്നു കിടന്ന ഓടയിൽ വീണ ബൈക്ക് യാത്രികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണിത്. നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണല്ലോ. എന്താണ് പറയാനാകുന്നത് ബിന്ദു? തീവ്രവേദനയുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇത് ഒരു വാർത്തയോ ഒരാളുടെ ദുരന്തവും മാത്രമല്ല, ആവർത്തിച്ച് അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണവും നിയമപരമായ മുന്നറിയിപ്പുകൾ ഇല്ലാതെയും യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാതെയും തോന്നിയ കണക്ക് പണി നടത്തുന്നതിന്റെ അവസാന തീരെയാണ് ഓച്ചിറയിൽ കൊല്ലത്ത് ഇപ്പോ യുവാവ് ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എത്ര ജീവനുകൾ പൊലിഞ്ഞിട്ട് പോലും അധികാരികൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതിന്റെ ദുരന്തം കൂടിയാണ് നാം അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, റോഡ് നിർമ്മാണവും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നടപടിക്രമങ്ങളും നിയമപരമായ ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും പാലിക്കാതെ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ വേണ്ടുന്ന രീതിയിൽ ഇടപെടാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അരൂര് അടക്കമുള്ള ഓരോ ദേശീയപാത തകർന്ന മരണവും ദുരന്തവും ഒരു ഭാഗത്ത്, ഇതുപോലെ മുന്നറിയിപ്പുകൾ കൊടുക്കാത്ത. ഇന്നിപ്പോ രാവിലെ നമ്മൾ ദേശീയപാതയിൽ കൂടി അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിൽ തിരിച്ചു വരുമ്പോൾ വരുന്നത് തോന്നിയ കണക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ, ശാസ്ത്രീയത ഒട്ടുമില്ലാതെ
ചെയ്യുന്നതിന്റെ ദുരന്ത ഫലമാണ് ഇനിയൊരു ജീവൻ കൂടി പൊലിയാതിരിക്കാൻ കർശന നടപടി എടുത്തേ മതിയാകൂ. ആ പ്രദേശത്ത് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ, നിർമ്മാണ കരാർ കമ്പനിക്കാരും ഒപ്പം തന്നെ അതിന് നേതൃത്വം നൽകുന്ന, അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി എടുത്തേ മതിയാകൂ. ഇനിയൊരു ജീവൻ പോലും കേരളത്തിന്റെ പൊതുനിരത്തിൽ പൊലിയാൻ, പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരത്തിൽ പൊലിയാൻ ഇടവരുന്നതെന്ന് കർശനമായി ആവശ്യപ്പെടുകയാണ്. ഇവിടെ വെളിച്ചക്കുറവുണ്ടോ ബിന്ദു? തീർച്ചയായും വേണ്ടുന്ന ലൈറ്റിംഗ് സംവിധാനം ഇല്ല. അതാണ് പ്രശ്നം. മുന്നറിയിപ്പില്ല, സൈൻ ബോർഡുകളില്ല, ലൈറ്റുകൾ ആവശ്യത്തിനില്ല. എല്ലാ ദിവസവും ദേശീയപാതയിൽ കൂടെ പോകുന്നത് നമ്മൾ കാണുന്നതല്ലേ. നെഞ്ചിടിപ്പോടുകൂടിയാണ് ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നത് പല സ്ഥലത്തും. വളരെ നിരുത്തരവാദപരമായാണ് ഇവരെല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത്. നമ്മളടക്കമുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞാൽ പോലും അതിന്റെ ഗൗരവം എടുക്കാൻ ബന്ധപ്പെട്ട അധികാരികളോ നിർമ്മാണ കമ്പനികളുടെ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാകുന്നില്ല. ഇത് നാടിന് നടക്കുന്ന ദുരന്തമാണ്. ആ ജീവൻ പൊലിഞ്ഞത് ആ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ ഈ നാടിനുള്ള ഒരു താക്കീത് കൂടിയാണ്. കർശനമായ നടപടി ബന്ധപ്പെട്ടവർക്ക് എടുത്തില്ലെങ്കിൽ നാളുകളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശരി, ബിന്ദു കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം നഗര മധ്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓട തുറന്നു കിടക്കുകയാണ്, അവിടെ വെള്ളവുമുണ്ട്. രാവിലെയാണ് യുവാവ് മരിച്ചു കിടക്കുന്ന വിവരം പുറത്തേക്ക് അറിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ രാത്രി ഈ അപകടം സംഭവിക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം തന്നെയാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കുറവുമുണ്ട് എന്നാണ് ബിന്ദു കൃഷ്ണയും പറയുന്നത്. നിരവധി തവണ പരാതികൾ വന്നിട്ടും ഇതെന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം ഉയരുന്നു. ഇതിപ്പോൾ ഒന്നും രണ്ടുമല്ല, പല കേസുകളായി ഇങ്ങനെ ഓടയിൽ വീണുള്ള അപകടം എന്നുള്ളത്